CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് നടത്തിയ ചൈത്ര തെരേസ ജോണിനെ സ്ഥലം മാറ്റിയ സർക്കാർ നിലപാടിനെ പരിഹസിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ജേക്കബ് തോമസിന്റെ അനുഭവവും ചൈത്രയുടെ മുന്നിലുണ്ട്. പാർട്ടി ഓഫീസ് റെയ്ഡ് നടത്തിയതിന്റെ പേരിൽ യുവ IPS ഓഫീസർ DCP ചൈത്ര തെരേസ ജോണിനെ സ്ഥലം മാറ്റിയതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. അതിനിടെ ചൈത്ര തെരേസ ജോണിനെ വനിതാ സെല്ലിലേക്ക് മാറ്റിയ സർക്കാർ നിലപാടിനെ പരിഹസിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറും രംഗത്തെത്തി. നവോത്ഥാനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ പരിധിയുണ്ട്. മുറത്തിൽ കയറി കൊത്താമെന്ന് ആരും കരുതരുതെന്നും സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ജേക്കബ് തോമസിന്റെ അനുഭവം ചൈത്രയുടെ മുന്നിലുണ്ട് എന്നും പോസ്റ്റിൽ പറയുന്നു. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നവോത്ഥാനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട്. മുറത്തിൽ കയറി കൊത്താമെന്ന് ആരും കരുതരുത്. ചൈത്ര തെരേസ ജോൺ ചെറുപ്പമാണ്, ചോരത്തിളപ്പുണ്ട്. കുട്ടിക്കാലത്ത് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകൾ കണ്ട ഓർമ്മകളുമുണ്ട് എന്നുകരുതി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രതികളെ തിരയാമെന്ന് ഒരുത്തിയും കരുതണ്ട. ആക്ടിവിസ്റ്റുകളും പോലീസുകാരും കയർന്നിറങ്ങാൻ ഇത് ശബരിമല സന്നിധാനമല്ല. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ജേക്കബ് തോമസിന്റെ അനുഭവവും ചൈത്രയുടെ മുന്നിലുണ്ട്. DCP ചൈത്ര തെരേസ ജോണിനെ സ്ഥലം മാറ്റിയതിനു പിന്നാലെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് ബാങ്ക് ആക്രമിച്ച യൂണിയൻ നേതാക്കളെ ചൈത്ര പിടികൂടിയതോടെയാണ് CPMന്റെ നോട്ടപ്പുള്ളിയാകുന്നത്. തുടർന്നാണ് ബുധനാഴ്ച രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനു നേരെ 50ഓളം DYFI സംഘം കല്ലെറിഞ്ഞ സംഭവമുണ്ടായത്. തുടർന്ന് അക്രമി സംഘത്തിലെ പ്രധാന പ്രതികൾ മേട്ടുക്കടവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന് സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. തുടർന്നായിരുന്നു വ്യാഴാഴ്ച രാത്രി പാർട്ടി ഓഫീസ് പോലീസ് സംഘം റെയ്ഡ് ചെയ്തത്. പരമരഹസ്യമായാണ് ചൈത്ര ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് പ്ലാൻ ചെയ്തത്. റെയ്ഡ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചില പോലീസുകാർ സൂചിപ്പിച്ചെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാൻ ചൈത്ര തയ്യാറായില്ല. മതിയായ ഫോഴ്സ് ഒരുക്കാൻ മാത്രം ആവശ്യപ്പെട്ടു. എന്നാൽ CPM ഭക്തരായ പോലീസുകാർ ഉടൻ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു. ഇതോടെ നേതാക്കന്മാർ ആശങ്കയിലായി. റെയ്ഡ് തടയാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചൈത്രയെ വിളിച്ചെങ്കിലും ആർക്കും കിട്ടിയില്ല. ചൈത്രയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തിയപ്പോൾ ആദ്യം നേതാക്കളും അണികളും ചേർന്ന് തടഞ്ഞു. പരിശോധിക്കാതെ മടങ്ങില്ലെന്ന് DCP ചൈത്ര നിലപാട് വ്യക്തമാക്കിയതോടെ നേതാക്കളുടെ ചങ്ക് കാളി. എങ്കിലും ഇനിയെന്ത് പേടിക്കാനെന്ന് ഉറപ്പു വന്നതോടെ ഉന്നത നിർദ്ദേശപ്രകാരം നേതാക്കൾ വഴങ്ങി. റെയ്ഡിൽ പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല. പിന്നാലെ DCPക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM ജില്ലാ നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പാർട്ടി നേതൃത്വത്തെയും സമീപിച്ചിരുന്നു. റെയ്ഡ് വിവരം പോലീസിനുള്ളിലെ ചിലർ CPM നേതാക്കൾക്ക് ചോർത്തിക്കൊടുത്തുവെന്ന വിവരമാണ് ചൈത്രയ്ക്ക് ലഭിച്ചത്. സൈബർ സെൽ വഴി ഈ ഉദ്യോഗസ്ഥന്റെ വിവരം ശേഖരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വരുന്നു ചൈത്രയ്ക്ക് സ്ഥലമാറ്റം. ശബരിമല ഡ്യൂട്ടിയിലായിരുന്ന ആദിത്യയ്ക്ക് പകരമാണ് ചൈത്ര തെരേസ ജോണിന് DCPയുടെ അധിക ചുമതല നൽകിയത്. 21-ന് ശബരിമല ഡ്യൂട്ടി പൂർത്തിയാക്കിയ ആദിത്യ 4 ദിവസത്തെ മെഡിക്കൽ അവധിയിലായിരുന്നു. എന്നാൽ റെയ്ഡിന് പിന്നാലെ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി DCPയുടെ ചുമതല ഏറ്റെടുപ്പിക്കുകയായിരുന്നു. ക്രമസമാധാന പാലന DCPയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ചൈത്രയെ വനിതാ സെൽസ് SP ആയി മടക്കുകയാണ്. മാത്രമല്ല റെയ്ഡ് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് DCP ചൈത്രയോട് വിശദീകരണവും തേടി. ജില്ലാ പോലീസിലെ DCP സ്ഥാനവും തെരേസ ജോൺ വഹിക്കുന്നുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നൽകിയ പരാതിയിൽ മേലാണ് DGP SP ചൈത്രയോട് വിശദീകരണം തേടിയത്. ഏതായാലും CPMന് തലവേദനയായിരിക്കുകയാണ് ചൈത്ര തെരേസ ജോൺ. കൂടുതൽ നടപടിയെടുക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയ ഇടപെട്ടതോടെ പേടിച്ചിരിക്കുകയാണ് CPM. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.